സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ തോന്നിവാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പോരുത്, നിങ്ങൾ ഒരാൾ കാരണം അവർ ഈ കോപ്പറേറ്ററെല്ലാം കാണിച്ചു കൂട്ടുന്നത്. അതൊക്കെ മറുപടി പറയാൻ വേണ്ടി പോയാൽ അതിനുള്ള സമയം ഉണ്ടാവില്ല. ആയിക്കോട്ടെ. സൈബർ ആക്രമണം നടത്തുന്നവരുടെ ധാരണ അവർ ലോക പണ്ഡിതന്മാരാണെന്ന് ആണ്. നീ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അങ്ങനെ ടെൻഷൻ അടിപ്പിക്കില്ലേ? അപ്പൊ അതിനെ സംബന്ധിച്ചൊന്നും നമ്മൾ ഗൗനിക്കേണ്ട കാര്യമില്ല. ഇതിൽ ബുദ്ധിമാനായിട്ടൊന്നും അഭിനയിക്കൊന്നും വേണ്ട, എനിക്ക് അത്രക്കൊന്നും ബുദ്ധിയില്ല. ഇംഗ്ലീഷ് അധ്യാപനം നല്ല റഹീമിന് അറിയാവുന്ന ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. അല്ലാതെ ജനപ്രതിനിധി ആവുന്നവരെല്ലാവരും PhD എടുത്ത് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ആളാവണമെന്ന് നിർബന്ധം ഓരോരുത്തർ പറയുന്നില്ലല്ലോ. എന്നാലും ആശ എനിക്ക് അങ്ങനെ പറയണ്ടായിരുന്നു. സൈബർ ആക്രമണം നടത്തുന്നവരുടെ മര്യാദകേടും അസൂയയും കുശുമ്പും ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? പിന്നെ നീ കെട്ടിപ്പിടിച്ച് രണ്ട് ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവടൊക്കെ ഞാൻ ശരിയാക്കി തരണം. പ്രതികരിക്കാനാണ് അയാൾ പോയത്, അല്ലാതെ ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതല്ല. കുറെ ആൾക്കാർക്ക് മാത്രം മലയാള പണ്ഡിതന്മാരും ഇംഗ്ലീഷ് പണ്ഡിതന്മാരും സയൻസ് പണ്ഡിതന്മാരും രാഷ്ട്രീയ പണ്ഡിതന്മാരും ഇങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരുണ്ട്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അവരാണ് സൈബർ ആക്രമണം നേരത്തെ വൈകുന്നേരം കുത്തിയിരുന്ന് വേറെ ഒരു പണിയില്ലാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ.